Dear students, in the previous class we were discussing about the first two methods of financial performance. They are a return on investment method and a residual income method. Today we are discussing about the third method, that is economic value added method. This is one of the important financial performance measurement. Economic value added method is a form of residual income measures. It is a refinement of the residual income measure. EVA was developed by Joel Stern and Bennett Stewart of the US consultancy firm in the year 1980s. Economic value added is a measure of a company's financial performance based on the residual income calculated by deducting its cost of capital from its operating profit adjusted for tax on a cash basis. എന്താണ് EVA എന്ന് പറഞ്ഞാൽ ഇക്കണോമിക് വാല്യൂ ആഡഡ് മെത്തേഡ്. EVA സ്റ്റാൻഡ് ഫോർ ഇക്കണോമിക് വാല്യൂ ആഡഡ് മെത്തേഡ്. ഈ ഒരു ഇക്കണോമിക് വാല്യൂ ആഡഡ് മെത്തേഡിൽ നമ്മൾ റെസിജ്വൽ ഇൻകം, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച റെസിജ്വൽ ഇൻകം ബേസ് തന്നെയാണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആണ് കൺസിഡർ ചെയ്യുന്നത് ആഫ്റ്റർ ടാക്സ് ബട്ട് ബിഫോർ ഇൻട്രസ്റ്റ്. അതാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ബട്ട് ബിഫോർ ഇൻട്രസ്റ്റ് ആണ് നമ്മളിവിടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റായിട്ട് എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത്. അത് വെച്ചുകൊണ്ടാണ് നമ്മൾ EVA എന്ത് ചെയ്യുന്നത്, കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അക്കൗണ്ടിംഗ് പ്രോഫിറ്റ് ഫോംസ് ദ ബേസിസ് ഓഫ് കമ്പ്യൂട്ടേഷൻ ഓഫ് EVA. However, accounting profit determined without deducting cost of capital employed. So, it is not a measure of economic profit. EVA measures the economic profit by deducting cost of capital from the accounting profit. അക്കൗണ്ടിങ് പ്രോഫിറ്റാണ് ഇതിൻ്റെ ബേസ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. പക്ഷേ അക്കൗണ്ടിങ് പ്രോഫിറ്റിൽ നമ്മൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ത് ചെയ്യുന്നില്ല, ഡിഡക്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അക്കൗണ്ടിങ് പ്രോഫിറ്റിനെ ഇക്കണോമിക് പ്രോഫിറ്റ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ EVA കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇക്കണോമിക് പ്രോഫിറ്റാണ്. അതായത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ നിന്നും കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഡിഡക്റ്റ് ചെയ്ത എമൗണ്ട് വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, EVA കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് EVA എന്താണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് പറയാം, ഇക്കണോമിക് പ്രോഫിറ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് പറയാം. ദാറ്റ് ഈസ് സോ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് economic profit aims to calculate the true economic profit of a company. EVA aims to calculate the true economic profit of a company. However, EVA relies heavily on invested capital and is best used for asset-rich companies, where companies with intangible assets. അതായത് ഇൻവെസ്റ്റഡ് ക്യാപിറ്റലിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അസറ്റ് ബേസ്ഡ് ആയിട്ടുള്ള കമ്പനീസിനാണ് ഇത് കൂടുതൽ യൂസബിൾ എന്ന് പറയാം. EVA is the return a company earns in excess of companies after tax profit over the required റേറ്റ് ഓഫ് റിട്ടേൺ എക്സ്പെക്റ്റഡ് ബൈ ഇൻവെസ്റ്റേഴ്സ്. അല്ലേ, ഇൻവെസ്റ്റേഴ്സ് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യുന്ന ആ ഒരു റിട്ടേൺ, ആ റിട്ടേണിൽ മുകളിലായിട്ട് കിട്ടുന്ന എമൗണ്ട് എത്രയാണോ അതിനെയാണ് നമ്മൾ EVA എന്ന് പറയുന്നത്. ഇൻ ഷോർട്ട്, എനി സർപ്ലസ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ഓവർ ആൻഡ് എബവ് ദി കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈസ് കോൾഡ് EVA. എന്താണ്? Any surplus generated from operating activities over and above the cost of capital is called EVA. EVA is the incremental difference in the rate of return over a company's cost of capital. അതാണ് നമ്മളിവിടെ പറഞ്ഞത്, കമ്പനിയുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അതായത് നമ്മുടെ ക്യാപിറ്റൽ റേസ് ചെയ്യാൻ വേണ്ടി വന്ന എമൗണ്ട്. അതായത് നമുക്ക് ഇക്വിറ്റി ക്യാപിറ്റൽ ആണെങ്കിൽ റേറ്റ് ഓഫ് റിട്ടേൺ ആണ്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കേണ്ട റേറ്റ് ഓഫ് റിട്ടേൺ. ഡിബഞ്ചർ ആണെങ്കിൽ ഇൻട്രസ്റ്റ്. അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്ക് പിന്നെ പഠിക്കാം. അപ്പോൾ എനിവേ ആ ഒരു കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന് മുകളിലായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന റേറ്റ് ഓഫ് റിട്ടേണിനെയാണ് നമ്മൾ ഏതെന്ന് പറയുന്നത്, EVA എന്ന് പറയുന്നത്. The formula for calculating EVA is EVA is equal to net operating profit after tax
minus total invested capital into weighted average cost of capital. NOPAT minus total invested capital into WACC, where NOPAT stands for net operating profit after tax but before interest. അത് ശ്രദ്ധിക്കണം, ബിഫോർ ഇൻട്രസ്റ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ദെൻ ഇൻവെസ്റ്റഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ക്യാപിറ്റൽ കൂടുന്നത്. ടോട്ടൽ ഇൻവെസ്റ്റഡ് ക്യാപിറ്റലാണ് ഡെറ്റ് ക്യാപിറ്റൽ പ്ലസ് ക്യാപിറ്റൽ ലീസ് പ്ലസ് ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി എല്ലാം കൂടി ആഡ് ചെയ്തിട്ടാണ് ടോട്ടൽ ഇൻവെസ്റ്റഡ് ക്യാപിറ്റൽ എത്രയാണെന്നാണ് ഇവിടെ എടുക്കേണ്ടത്. ദെൻ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ഇത് വെച്ചുകൊണ്ടാണ് നമ്മൾ EVA എന്ത് ചെയ്യുന്നത്, കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതാണ് EVAയുടെ ഇക്വേഷൻ. NOPAT മൈനസ് ടോട്ടൽ ഇൻവെസ്റ്റഡ് ക്യാപിറ്റൽ ഇൻറ്റു WACC. There are three important components to a company's EVA. They are NOPAT. NOPAT stands for the net operating profit after tax, the amount of capital invested and the weighted average cost of capital. This is the three important component of EVA. Then first one, net operating profit after tax ആണ്. This can be calculated manually അല്ലേ, നമുക്കത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. Then capital invested is the amount of money used to fund a company or a specific project. ഒരു പർട്ടിക്കുലർ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ട് ആണ് ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് capital, it is the average rate of return a company expects to pay its investors അല്ലേ. ഒരു ടോട്ടൽ ക്യാപിറ്റലിൻ്റെ ആവറേജ് റേറ്റ് ഓഫ് റിട്ടേണിനെയാണ് നമ്മൾ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത്. മിക്ക കേസിൽ ഇത് നോർമലി വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് റിട്ടേൺ ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എത്രയാണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. ദെൻ അപ്പോൾ ഇതാണ് 3 കോമ്പോണൻ്റ് എന്ന് പറയുന്നത്. Then the equation used for invested capital in EVA is usually total asset minus current liabilities. അതായത് ചില സമയത്ത് ഈ ടോട്ടൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് എന്നത് ടോട്ടൽ അസറ്റിൽ നിന്ന്, ടോട്ടൽ അസറ്റ് മീൻസ് ടോട്ടൽ കറണ്ട് അസറ്റ് പ്ലസ് ടോട്ടൽ നോൺ കറണ്ട് അസറ്റ്, ടോട്ടൽ അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റിയാണ്. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാപിറ്റൽ എംപ്ലോയിഡ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. സോ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആ ഇക്വേഷൻ ഇങ്ങനെ പറയാം, NOPAT മൈനസ് ടോട്ടൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്നുള്ളത് ടോട്ടൽ അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി, അങ്ങനെയും കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞല്ലോ, ഇൻറ്റു വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. യൂഷ്വലി കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എംപ്ലോയിഡ് ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ദി വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. നമ്മൾ പറഞ്ഞു, അത് ആ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ മിക്ക കേസിലും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും എന്ന് പറയും. ഇനി വാട്ട് ആർ ദ സ്റ്റെപ്സ് ഫോർ ദി കാൽക്കുലേഷൻ ഓഫ് EVA? മെയിൻലി ദർ ആർ 4 steps for calculating EVA. The first step is the calculation of net operating profit after tax. Net operating profit after tax means the profit after tax but before interest. Here an important point to be noted is that interest is a tax deductible expenses. As we know, interest is a tax deductible expense. Therefore, tax is calculated after deducting interest. ഇൻട്രസ്റ്റ് ഡിഡക്റ്റ് ചെയ്തതിന് ശേഷമാണ് ടാക്സ് എന്ത് ചെയ്യേണ്ടത്, കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. കാരണം എന്താണ്, ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ടാക്സ് ഡിഡക്റ്റബിൾ എക്സ്പെൻസ് ആണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ടാക്സ് ഡിഡക്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അതിൽ ഇൻട്രസ്റ്റ് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ഇൻ ഷോർട്ട്, വെൻ വി ഡിഡക്റ്റ് ടാക്സ് എമൗണ്ട് ഫ്രം എബിറ്റ്, ടാക്സ് എമൗണ്ട് ഫ്രം എബിറ്റ്, ഏണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്, ഏണിംഗ് ബിഫോർ ആൻഡ് ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സിൽ നിന്നും ടാക്സ് ഡിഡക്റ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, നെറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കിട്ടുന്നത്. സപ്പോസ് എബിറ്റ് ഈസ് 80,000, ഇൻട്രസ്റ്റ് ഈസ് 20,000 and tax rate is 40%. Being interest is deductible for tax purpose, the amount of tax payable is 24,000. That is
80,000 minus 20,000 is equal to 60,000 into 40%, that is 24,000. Now net operating profit after tax is 80,000 minus 24,000. Here EBIT is 80,000, earning before interest and tax is 80,000. നമ്മൾ എന്ത് ചെയ്തു, ആ 80,000-ൽ നിന്നും അതിൻ്റെ ഇൻട്രസ്റ്റ് മൈനസ് ചെയ്തിട്ട് ടാക്സ് എന്ത് ചെയ്തു, കാൽക്കുലേറ്റ് ചെയ്തു. ദെൻ പിന്നീട് നമ്മൾ ആ ഒരു എബിറ്റിൽ നിന്നും ടാക്സ് മാത്രം എന്ത് ചെയ്തു, മൈനസ് ചെയ്തു. അങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് 80,000 ആണ് എബിറ്റ്, ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. അതിൽ നമ്മൾ അതിൻ്റെ ഇൻട്രസ്റ്റ് 20,000 ആണ്, ടാക്സ് എന്ന് പറയുന്നത് 40% ആണ്. അപ്പോൾ നമ്മൾ എന്ത് വെച്ചാൽ 80,000 മൈനസ് 20,000, അപ്പോൾ 60,000 കിട്ടുന്നു. അതിൻ്റെ 40% 24,000 ആണ് ടാക്സ് വരുന്നത്. ദെൻ നമ്മൾ 80,000-ൽ നിന്ന് 24,000 എന്ത് ചെയ്യും, മൈനസ് ചെയ്യുമ്പോൾ നെറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറഞ്ഞാൽ 56,000 കിട്ടും. അങ്ങനെയാണ് നെറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ദെൻ അപ്പോൾ അങ്ങനെയാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നെറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആണ്. ദ സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് കാൽക്കുലേഷൻ ഓഫ് ക്യാപിറ്റൽ എംപ്ലോയിഡ് ഓർ ഇൻവെസ്റ്റഡ് ക്യാപിറ്റൽ. മെയിനായിട്ട് രണ്ട് ഇക്വേഷൻ ഉണ്ട് അതിന്. ഫസ്റ്റ് ക്യാപിറ്റൽ എംപ്ലോയിഡ് ഈസ് ഈക്വൽ ടു നമ്മൾ നേരത്തെ പറഞ്ഞു ടോട്ടൽ അസറ്റ്, ദാറ്റ് ഈസ് നോൺ കറണ്ട് അസറ്റ് പ്ലസ് കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി. ക്യാപിറ്റൽ എംപ്ലോയിഡ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ഇക്വേഷനാണ്. സെക്കൻഡ് ഇക്വേഷൻ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ക്യാപിറ്റൽ എംപ്ലോയിഡ് ഈസ് ഈക്വൽ ടു ഇക്വിറ്റി പ്ലസ് ലോങ് ടേം ഡെറ്റ്. മുഴുവൻ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റും ടോട്ടൽ ചെയ്ത എമൗണ്ട്. ഈ രണ്ട് രീതിയിൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. The third step is calculation of weighted average cost of capital in percentage. In most of the case, this is given in the question. If it is not given in the question, it is necessary to calculate it. Once the cost of individual funds are calculated and their weights are determined, then weighted average cost can be calculated easily. അതായത് ഇൻഡിവിജ്വൽ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇൻഡിവിജ്വൽ കോസ്റ്റ് അതായത് ഞാൻ പറഞ്ഞില്ല, അത് ക്വസ്റ്റിന് വന്നിട്ടുണ്ടാവും. കാരണം കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നിങ്ങൾ പഠിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് ക്വസ്റ്റിനെ തന്നിട്ടുണ്ടാവും. ദെൻ ഇനിയിപ്പോൾ അഥവാ അത് തന്നിട്ടില്ലെങ്കിൽ ഇവിടെ ഒരു വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് കാണാനുള്ളൊരു സിമ്പിൾ ഇക്വേഷൻ ഉണ്ട്. കോസ്റ്റ് ഓഫ് ഡെറ്റ്, ഡെറ്റിൻ്റെ കോസ്റ്റ് എത്രയാണ് നമുക്ക് തന്നിട്ടുണ്ടാവും. കോസ്റ്റ് ഓഫ് ഡെറ്റ് ഇൻറ്റു 1 മൈനസ് ടാക്സ് റേറ്റ്. അതായത് കോസ്റ്റ് ഓഫ് ഡെറ്റിൻ്റെ ഇൻട്രസ്റ്റ് എന്ന ടാക്സ് ഡിഡക്റ്റബിൾ ആണ്. കോസ്റ്റ് ഓഫ് ഡെറ്റ് ഇൻറ്റു 1 മൈനസ് ടാക്സ് റേറ്റ് ഇൻറ്റു പ്രൊപ്പോർഷൻ ഓഫ് ഡെറ്റ്. ടോട്ടൽ പ്രൊപ്പോർഷൻ എത്രയാണ്, അതായത് ഇക്വിറ്റി ഡെറ്റിൻ്റെ അല്ലെങ്കിൽ ഡെറ്റിൻ്റെ പ്രൊപ്പോർഷൻ എത്രയാണ്, അതാണ് വെയിറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് നമ്മൾ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ 1 lakh ഡെറ്റും 1 lakh ഇക്വിറ്റി ആണെങ്കിൽ ഡെറ്റിൻ്റെ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് 50 ആണ് അല്ലേ, 50 പ്രൊപ്പോർഷൻ. ആ ഒരു പ്രൊപ്പോർഷൻ അങ്ങനെയാണ് വെയിറ്റ്. ആ വെയിറ്റ് കൊണ്ട് അതിനെന്ത് ചെയ്യുന്നു, മൾട്ടിപ്ലൈ ചെയ്യുന്നു. പ്ലസ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഇൻറ്റു പ്രൊപ്പോർഷൻ ഓഫ് ഇക്വിറ്റി, ആ വെയിറ്റ് കൊണ്ട് അതിനെന്ത് ചെയ്യുന്നു, മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതിന് ഈ ഒരു ഇക്വേഷൻ സെൽഫ് എക്സ്പ്ലനേറ്ററി ആണെന്ന് തോന്നുന്നു. കോസ്റ്റ് ഓഫ് ഡെറ്റ് ഇൻറ്റു 1 മൈനസ് ടാക്സ് റേറ്റ്, അതാണ് കോസ്റ്റ് ഓഫ് ഡെറ്റ്, ഇൻറ്റു പ്രൊപ്പോർഷൻ ഓഫ് ഡെറ്റ്, ടോട്ടൽ ക്യാപിറ്റലിലെ ഡെറ്റിൻ്റെ പ്രൊപ്പോർഷൻ എത്രയാണ്, അതാണ് വെയിറ്റ് എന്ന് പറയുന്നത്. പ്ലസ് ആഡ് ചെയ്യുന്നു കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഇൻറ്റു പ്രൊപ്പോർഷൻ ഓഫ് ഇക്വിറ്റി. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്, കാൽക്കുലേഷൻ ഓഫ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. Then last step is calculation of EVA, economic value added. The equation is net operating profit after tax minus capital employed into weighted average cost of capital. ഓരോ കോമ്പണൻറ്റും കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചു. ദെൻ ഇനി ഇതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ ആണ് പറയുന്നത്. ഇഫ് EVA ഈസ് പോസിറ്റീവ് ദെൻ ദ കമ്പനി ഈസ് ക്രിയേറ്റിംഗ് ഓർ ആഡിങ് വാല്യൂ ഓർ വെൽത്ത്. On the other hand, if the EVA is negative, then the company is destroying value or wealth. അപ്പോൾ ഇതാണ് EVA കാൽക്കുലേറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്കൊരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.